ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുമ്പോൾ അവരുടെ മുഖം നോക്കിയാണ് ഭംഗിയുള്ളതാണോ ഭംഗിയില്ലാത്തതാണോ നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലേ? പക്ഷെ ആ ഭംഗി നിശ്ചയിക്കുമ്പോൾ മുഖത്തെ തന്നെ എല്ലാ ഓർഗൻസും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പല്ലിൻ്റെ കാര്യം മറന്നു പോകാറുണ്ട്. ചിരിക്കുമ്പോഴായിരിക്കും പല്ലിൻ്റെ പല പല പ്രോബ്ലംസ് നമ്മൾ തിരിച്ചറിയുന്നത്. എന്തായാലും പല്ലിൻ്റെ എന്താണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് ഡോക്ടർ ജോണിനോട് തന്നെ ചോദിക്കാം. ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് പൊതുവെ എന്ത് ഒരു ഡെന്റൽ പ്രോബ്ലം ആയിട്ടായിരിക്കും വരുന്നത്, കൂടുതൽ വരുന്ന ആൾക്കാർ? സാധാരണ മുഖ്യമായിട്ട് കണ്ടുവരുന്നത് പല്ലിൻ്റെ ഇടയ്ക്കുള്ള വിടവ്, മുടമ്പല്ലുകൾ, പൊങ്ങിയ പല്ലുകൾ, അതുപോലെ പല്ലിൻ്റെ ഷേപ്പിൻ്റെ ഇറഗുലാരിറ്റീസ്, ഇങ്ങനെ മുഖസൗന്ദര്യത്തെ ബാധിക്കുന്ന മുഖ്യ പ്രശ്നങ്ങൾ അതാണെങ്കിൽ തന്നെയും ഇന്ന് പലർക്കും അറിവില്ലാത്ത പ്രശ്നങ്ങൾ വളരെയേറെ ഒരാളുടെ മുഖത്ത് നോക്കിയാലുണ്ട്. അത് ഞങ്ങളുടെ അടുക്ക് വരുന്ന പേഷ്യൻസിനോട് ഞങ്ങളത് അവരെ ബോധവാന്മാരാക്കുകയും അപ്പോഴാണ് അവരതേക്കുറിച്ച് തിരിച്ചറിയുകയും അവരതിനെക്കുറിച്ച് കോൺഷ്യസ് ആകുകയും ചെയ്യുന്നത്. അങ്ങനെ കോൺഷ്യസ് ആകുന്ന സമയത്ത് ഞങ്ങൾ അതിനു വേണ്ട ചികിത്സകൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ ആവശ്യം. ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല. പല്ലല്ലേ, അപ്പൊ അടച്ചു കഴിയുമ്പോൾ കാണത്തില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത് പലരും. അതാണ് ഒരു ഫാക്ടർ. എന്നാൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇത് അന്വേഷിച്ച് വരുന്നവരുമുണ്ട്. പിന്നെ അതിൻ്റെ ചെലവിൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നെ അതിനെക്കുറിച്ചൊരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ് വേറൊരു സംഗതി. മുഖസൗന്ദര്യത്തെക്കുറിച്ച് ഒട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. ഈ നേരെ തെറ്റിയ പല്ലുകൾ നമുക്ക് കമ്പി ഇട്ടാലൊക്കെ ശരിയാവുമായിരിക്കും? നേരെ തെറ്റിയ പല്ലുകൾ ശരിയാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം കമ്പി ഇടുക എന്നുള്ളത്. ദാറ്റ്സ് എ നാച്ചുറൽ മെത്തേഡ്. പക്ഷേ പലപ്പോഴും നമ്മുടെ അടുക്കൽ ഒരാൾ ബ്യൂട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നത് സാധാരണ വിവാഹ സമയത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ആവശ്യം വരുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ പിന്നെ കമ്പി ഇടാനുള്ള സമയം സാധാരണഗതിയിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ വരുന്ന കേസുകൾ ഞങ്ങൾ സ്മൈൽ ഡിസൈൻ എന്ന് പറഞ്ഞ് ഒരു പുതിയ മെത്തേഡ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ അത് വ്യാപരിച്ച വളർന്നു വലുതായിരിക്കുന്ന ഒരു ശാഖയായിട്ട് തന്നെ അത് മാറിയിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഒരാൾ ഞങ്ങളുടെ അടുക്കൽ വന്നാൽ ഞങ്ങൾ ആളുടെ മുഖസൗന്ദര്യത്തെ അളക്കുന്നതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ മുഖസൗന്ദര്യം പല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള മുഖസൗന്ദര്യം അളക്കുന്നതിന് പല്ലിൻ്റേതും മുഖത്തിൻ്റേതുമായ പാരാമീറ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയിൽ എവോൾവ് ചെയ്തിട്ടുണ്ട്. ആ എവോൾവ് ചെയ്ത പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഞങ്ങൾ ആളുടെ ഫേസിനെ അനലൈസ് ചെയ്ത് നോക്കും. അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ സ്റ്റഡി ചെയ്യും. അതിനാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അങ്ങനെ സ്മൈൽ ഒരാളുടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്മൈൽ ഡിസൈൻ ചെയ്യാൻ തന്നെ ബേസിക്കായിട്ട് ഞങ്ങൾ ആളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കും, എക്സ്റേസ് എടുക്കും, മോഡൽസ് എടുക്കും. എന്നിട്ട് ഞങ്ങളത് മോക്കപ്പ് സ്റ്റഡി നടത്തും. മോക്കപ്പ് സ്റ്റഡി നടത്തി എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിച്ച് ആ പാരാമീറ്റേഴ്സ് ഏതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇട്ടിട്ട് ഞങ്ങൾ ആ രോഗിയോട് അത് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് സ്പെസിഫിക് മെത്തേഡ്സ്, അതിന് സ്പെസിഫിക് മെറ്റീരിയൽസും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പല്ലിൻ്റെ ഷേപ്പിൻ്റെ സൈസ് കറക്റ്റ് ചെയ്യണം. അത് ലാമിനേറ്റ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം, കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം. അല്ല ഒരു കളറിൻ്റെ പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നിറം മാറ്റം ശരിയാക്കാനായിട്ട് ഇന്ന് ധാരാളം മെത്തേഡുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബ്രൈറ്റ് സ്മൈൽ ബ്ലീച്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് ആളുടെ മഞ്ഞ നിറം മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ല ഹോം ബ്ലീച്ചിങ് വേണ്ടിയവർക്ക് ആ മെത്തേഡ് അവൈലബിൾ ആണ്. ചെയ്തതിനകത്ത് സാധാരണ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ജെല്ലാണ്. അത് ബോഡിക്ക് ഒരു വിധത്തിലും ഹാംഫുൾ ആയിട്ടുള്ള സംഗതിയല്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് ജെല്ല് പല്ലിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ലെഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് 20 മിനിറ്റ് നേരം ലൈറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 20 മിനിറ്റ് വീതമുള്ള 3 സൈക്കിളാണ് അതിന് ഉപയോഗിക്കുന്നത്. ആ 3 അല്ലെങ്കിൽ 4 സൈക്കിൾ കഴിയുമ്പോഴത്തേക്ക് പല്ല് നല്ല പുഞ്ചിരിയോടുകൂടി ചിരിക്കാൻ സാധിക്കും. എൻ്റെ പല്ലിൽ ഞാൻ സ്വന്തമായി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനത് പറയുന്നത്. പിന്നെ തിരിച്ച് മഞ്ഞ നിറം വളരെ വർഷങ്ങൾ കൊണ്ട് കുറച്ച് മഞ്ഞ തിരിച്ച് ആ പഴയ കളറിലേക്ക് പോകാനുള്ള ഒരു 10 to 15% താഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനൊരു വൈറ്റനിങ് പെൻ കൂടെ തരുന്നുണ്ട്. ആ പെൻ ഒക്കേഷനിൽ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ പഴയ കളറിൽ റെസ്റ്റോർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരെ മോശമായ ഒരു നിറത്തിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ. അത് സാധാരണ ഹെറിഡിറ്ററി ആണ്. അത് കൂടാതെ പല അസുഖങ്ങൾ കൊണ്ടും മഞ്ഞ നിറം ഉണ്ടാകാം. ടെട്രസൈക്ലിൻ സ്റ്റെയിനിങ്, പിന്നെ നമ്മൾ കുടിക്കുന്ന കുട്ടിയെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് താമസിക്കുന്ന സ്ഥലത്തെ വെള്ളം ഫ്ലൂറൈഡ് കൂടുതലുണ്ടെങ്കിൽ പല്ലിന് നിറം മാറ്റം വരാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് തന്നെ വരാം. അതുകൂടാതെ ഹെറിഡിറ്ററി ആണ് ഓൾവേസ് നമ്മുടെ നോർമൽ മഞ്ഞ നിറം ആയിരിക്കാനുള്ള അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അതുമായിട്ട് അതിന് വലിയ ബന്ധമില്ല. കാരണം
അത് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അല്ല, പല്ല് പറിക്കാൻ താമസിച്ചു പോയി എന്നുള്ളത് കൊണ്ട് നിരതെറ്റി പല്ല് വരണമെന്നില്ല. പുതിയ പല്ല് വരുമ്പോൾ പഴയതിരിക്കാതെ നോക്കുക എന്ന് മാത്രമുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാനൊക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ഇൻഹെറിറ്റഡ് ഫാക്ടേഴ്സ് ആണ് ഒന്ന്. പിന്നെ 2 ഹാബിറ്റ്സ് കൊണ്ടുവരും. നമ്മുടെ നാക്ക് തള്ളുന്ന സ്വഭാവം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിരൽ കുടിക്കുന്ന സ്വഭാവം, അതുകൊണ്ട് മുടമ്പല്ലുകളും മുങ്ങിയപല്ലുകളും ധാരാളം വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ കൈ താടിക്ക് കൈ കൊടുത്തിരിക്കുക, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ കൊണ്ട് മുഖത്തിൻ്റെ ഷേപ്പിൽ മാറ്റം വരുന്നത് സാധാരണ കണ്ടുവരാറ്. ഈ സ്മൈൽ ഡിസൈൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ട്രീറ്റ്മെന്റ്, അതൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആയിരിക്കില്ലേ? സ്മൈൽ ഡിസൈൻ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അത് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടിയെന്നുള്ള, എന്തെല്ലാം പാരാമീറ്റേഴ്സ് മാറ്റണം എന്നുള്ള, നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കൂടുമ്പോൾ ചിലവ് കൂടും, നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കുറയുമ്പോൾ ചിലവ് കുറയും എന്നുള്ളതേ ഉള്ളൂ. അത് എന്നാലും ഒരു 20,000 മുതൽ 50,000 രൂപ വരെയുള്ള ചിലവ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിന് നിലനിൽപ്പുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർ അത് കൊടുക്കാനും റെഡി ആയിരിക്കും. റെഡി ആയിരിക്കും തീർച്ചയായിട്ടും.